പ്രിയപ്പെട്ടവരെ, പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വയോധികന്റെ തലയിൽ ചക്ക വീണു. അത്യാഹിത വിഭാഗത്തിന് സമീപത്തെ പ്ലാവിൽ നിന്നാണ് ചക്ക വീണത്. ബോധരഹിതനായ ഓമല്ലൂർ സ്വദേശി ഗംഗാധരൻ നായർ ഇപ്പോൾ ചികിത്സയിലാണ്. തലയിലും കൈകാലുകളിലുമാണ് പരിക്കേറ്റത്. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ചികിത്സയ്ക്കെത്തിയ രോഗിയുടെ തലയിൽ ചക്ക വീണു എന്നുള്ളത് വല്ലാത്ത ഞെട്ടിക്കുന്ന സംഭവമാണ്. എന്താണ്, എവിടെ നിന്നാണ് ഈ ചക്ക വീണത്? അവിടെ ചക്ക ഇങ്ങനെ പഴുത്തു നിൽക്കുന്നതൊന്നും ആരും അറിഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുമ്പിലാണ്. ഈ അത്യാഹിത വിഭാഗത്തിൻ്റെ ആ ഒരു കെട്ടിടത്തിൻ്റെ ഏതാനും മീറ്ററുകൾ മാറി ഇവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യം കൃത്യമായി കാണാം. ഈ പ്ലാവിന് അടിവശത്ത് ഇന്നലെ ഒരു വയോധികൻ, അദ്ദേഹം ഓമല്ലൂർ സ്വദേശിയാണ്, ഗംഗാധരൻ നായർ, അദ്ദേഹം ഇവിടെ ചികിത്സാ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ നിൽക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ചക്ക വീഴുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം ബോധരഹിതനായി. പിന്നീട് ആശുപത്രി അധികൃതർ തന്നെ പെട്ടെന്ന് ഇവിടേക്ക് വരികയും ഗംഗാധരൻ നായരെ ആ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി സൂപ്രണ്ട് തന്നെ നമ്മോട് പറയുന്നത്. ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് തന്നെ നമ്മോടൊപ്പമുണ്ട്. മാം, ഇത് എന്താ സംഭവിച്ചത് ശരിക്കും? ആ പേഷ്യൻ്റ് നമ്മളിവിടെ പേഷ്യൻ്റ് കാണാൻ വന്നിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് മരുന്ന് വാങ്ങിച്ചിട്ടങ്ങ് പോണ വഴിയായിരുന്നു. അപ്പം ഇവിടെ സാധാരണ നമുക്ക് ഇവിടെ ഈ ചക്ക കഴിഞ്ഞ വർഷം തൊട്ടാണ് ചെറുതായിട്ട് കായ്ച്ചു തുടങ്ങിയത്. 2-3 ചക്ക ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മളത് ലേലം വിളിക്കാൻ നോക്കിയിട്ട് ആരും എടുത്തില്ല. അപ്പോൾ നമ്മൾ അത് അപ്പം തന്നെ അങ്ങ് പറിച്ച് കളയാ ചെയ്യാറ്. ചെറുതാകുമ്പോൾ തന്നെ പറിച്ച് കളയാം. പക്ഷേ ഇത് ഏറ്റവും മുകളിൽ നിന്നോണ്ട് ഞങ്ങളിത് കണ്ടില്ല ഈ ചക്ക. അപ്പോൾ പേഷ്യൻ്റ് തലയിലേക്ക് വീണു. പക്ഷേ അപ്പം തന്നെ പേഷ്യൻ്റിനൊന്നും പറ്റിയില്ലെങ്കിലും ഞങ്ങൾ കാഷ്വാലിറ്റി കിടത്തി. നമുക്കൊരു പേഷ്യൻ്റ് അപ്പം തന്നെ പോവുകയാണെങ്കിൽ എനിക്കൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങളിവിടെ കിടത്തി സ്കാൻ ചെയ്തു. എല്ലാം നോർമലായിരുന്നു. BP ഇതൊക്കെ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്തും ഒരു കുഴപ്പമുണ്ടായില്ല CT സ്കാനിൽ. എന്നാലും ഞങ്ങളൊരു 24 ഒബ്സർവേഷന് വേണ്ടി ഇവിടെ ഞങ്ങൾ പ്രൈവറ്റ് നമ്മുടെ റൂമിൽ തന്നെ കിടത്തിയേക്കാണ്. പ്ലാവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തുടർ നടപടി ഉണ്ടാകുമോ? നമ്മൾ ഓൾറെഡി ട്രീ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കോതാനും ബാക്കിയുള്ള കുറേ മരങ്ങൾ ഇവിടെ മുറിക്കാനുണ്ട്. കുറച്ചൊക്കെ ദ്രവിച്ചിരിക്കുന്ന മരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മുറിച്ച് കളഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അത് എന്തെങ്കിലും രീതിയിൽ ന്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ കേസിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം സോഷ്യൽ ഫോറസ്റ്റിക്ക് ലെറ്റർ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഈ ചെറിയ ഇങ്ങനത്തെ പാഴ്മരങ്ങൾ അവരല്ല അപ്പം ചെയ്യണേ. അപ്പം ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു. സെക്രട്ടറിക്ക് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ ട്രീ കമ്മിറ്റി തീരുമാനിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ ഏൽപ്പിച്ച് അവർ റേറ്റ് ഉണ്ടാക്കി തന്നെ അപ്പോൾ തന്നെ ഞങ്ങളത് ഇതിൻ്റെ കോതുകയും ചെയ്യും. അത് ബാക്കിയുള്ള മരങ്ങൾ മുറിച്ച് കളയുകയും ചെയ്യും. ഏതായാലും പ്ലാവിൻ്റെ ഈ ഒരു ചില്ലകൾ കോതാനുള്ള തീരുമാനത്തിലേക്ക് ആശുപത്രി അധികൃതർ പോകുന്നുണ്ട്. സൂപ്രണ്ടാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്ലാവിൻ്റെ മുകൾ വശത്ത് ചക്ക നിൽക്കുന്നത് താഴെ നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല, അവരുടെ ശ്രദ്ധയിൽപ്പെടില്ല. അതുകൊണ്ട് ഈ ചൂടുള്ള സമയം ഈ കാഷ്വാലിറ്റിയുടെ മുൻവശമുള്ള ഏക മരം കൂടിയാണത്. അതുകൊണ്ട് തണൽ നോക്കി ഇവിടെ എത്തുന്ന രോഗികളും ഒപ്പം തന്നെ മറ്റ് കൂട്ടിരിപ്പുകാരും ഒക്കെ ഇവിടെയാണ് നിൽക്കാറ്. ഇപ്പോൾ ഇവിടെ ഒരു ബോർഡും കൂടി വെച്ചിട്ടുണ്ട് സംഭവത്തിന് ശേഷം. ഉണ്ട് അരുൺ, അതൊക്കെ അല്പം മാറിയാണ്. നമുക്ക് ബോർഡൂടെ ഇപ്പോൾ അതിനുശേഷം വെച്ചിട്ടുണ്ട്. അപായം ഇവിടെ ഇരിക്കരുത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് സംവിധാനം കൂടി ഇപ്പോൾ ഈ പ്ലാവിൽ തന്നെ ഒരു ഫ്ലക്സ് ഇപ്പോൾ അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. 78 വയസ്സുള്ള ഗംഗാധരൻ നായർ ഇവിടെ ചികിത്സയ്ക്കായാണ് എത്തിയത്. അദ്ദേഹം ഇവിടെ ഈ തണൽ സ്ഥലത്ത് പ്ലാവിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു മുകളിൽ നിന്നും ചക്ക വീണത്. ഇപ്പോഴും 2-3 ചക്കകൾ ഇതിൻ്റെ മുകളിലുണ്ട്. ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇന്നലെ തന്നെ ഇവിടെ നിന്നിരുന്ന ചക്കകളൊക്കെ മാറ്റി എന്നുള്ളതാണ്. പക്ഷേ നാം സൂക്ഷിച്ചു നോക്കിയപ്പോൾ 2 ചക്കകൾ കൂടി ഉണ്ട്. അത് അവിടെ നിൽക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തലയിലും 2 കാൽമുട്ടിലും ഒപ്പം തന്നെ കൈകളിലും കാൽവിരലുകളിലും പരിക്കേറ്റിട്ടുണ്ട്. ഈ തലയിലേക്ക് ചക്ക വീണ ഉടൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, ഗംഗാധരൻ നായരുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം കാഷ്വാലിറ്റിക്ക് സമീപമുള്ള വാർഡിൽ ഇപ്പോൾ ചികിത്സയിലാണ്. സൂപ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ വലിയ പരിക്കൊന്നും ഇല്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. പക്ഷേ എങ്കിൽ പോലും ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ സംഭവിച്ച ഒരു അത്യാഹിതമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചികിത്സയിൽ വാർഡിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ പ്ലാവ് കൃത്യമായി തന്നെ കാണാം. ഇവിടെ കാഷ്വാലിറ്റിക്ക് മുൻവശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചക്കകൾ ഇപ്പോഴും ഉണ്ട്. ഇന്നലെ തന്നെ കുറച്ച് ചക്കകൾ മാറ്റിയെന്ന് പറയുന്നു. ചൂടായതുകൊണ്ടൊക്കെ ഇവിടെ എത്തുന്ന രോഗികൾ ഇവിടെ ഇതിൻ്റെ ഭാഗത്താണ്, ഈ പ്ലാവിൻ്റെ അടിവശത്താണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാറിയൊക്കെ ആ കെട്ടിടത്തിൻ്റെ ഭാഗത്തൊക്കെ അവിടെ ഇരിപ്പിടങ്ങൾ ഉണ്ട്. ഏതായാലും ഇതിൻ്റെ ഒരു തുടർ നടപടി ഉണ്ടാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. പ്ലാവിൻ്റെ ചില്ലകളൊക്കെ മുറിച്ചു മാറ്റും. അങ്ങനെ അപകടം ഒഴിവാക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഏതായാലും ഈ ഒരു സംഭവം കൊണ്ട് എങ്കിലും ഒരു കൗതുകത്തിന് ചോദിക്കുന്നത് കണ്ടോണ്ടിരുന്ന പ്രേക്ഷകർ, പഴുത്ത ചക്കയാണോ വീണത്, അത് വരിക്കച്ചക്കയാണോ കുഴച്ചക്കയാണോ എന്ന് നാട്ടുകാർക്ക് സംശയം ഉണ്ടാവും. വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പരിക്ക് സാരമുള്ള അല്ലാത്തോണ്ട് ചോദിക്കുന്നതായിട്ടു.
അതെ അരുൺ, നാം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോടാണ് ആദ്യം ചോദിച്ചത്, കാരണം എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ ഇവിടെ ഡ്യൂട്ടി ചേഞ്ച് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് 2 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവർ ആ സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് കൂഴച്ചക്കയാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത്. കൂഴച്ചക്ക ആയതുകൊണ്ട് തന്നെ തലയിലേക്ക് വീണ ഉടൻ അദ്ദേഹം താഴെ വീണു എന്ന് പറയുന്നുണ്ട്. നമുക്ക് വലിയ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ ഭാഗത്തു നിന്നൊക്കെ ഒരു ചക്ക തലയിൽ വീണ് കഴിഞ്ഞാൽ അത്രയും മതി. അതെ അതെ അതെ, പരിക്ക് പറ്റാൻ അത്രയൊക്കെ മതിയായിരുന്നു. അദ്ദേഹം ഏതായാലും നിലത്തേക്ക് വീണു. ഏതായാലും ചികിത്സയിൽ തുടരുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ആ ചക്കയൊക്കെ പറിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. നല്ല ചക്കച്ചുള ഒക്കെ എടുത്ത് നല്ല തോരനൊക്കെ വെച്ച് ആവശ്യമുള്ളവരെടുക്കുക. കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അതിലൊക്കെ എടുത്ത് നല്ലപോലെ അരിഞ്ഞ് നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞിട്ടിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഇങ്ങനെ കോരി എടുക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് ഗോൾഡൻ കളറിൽ വരില്ലേ ആ ചക്ക ഫ്രൈ, അതൊക്കെ കഴിക്കുക. പാവപ്പെട്ട ഈ വയോധികന്മാർ അവർ വന്നിരിക്കും, അവർക്ക് ആ തണലത്ത് അതല്ലാതെ വേറെ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും പാവം മനുഷ്യൻ്റെ തലയ്ക്ക് വീണു, ചക്ക വീണു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, ചക്ക വീണു മുയൽ ചത്തു എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയല്ലല്ലോ സംഭവം. ഇത് യഥാർത്ഥത്തിൽ വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മറ്റൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയിരിക്കുന്ന ഒരു വയോധികൻ്റെ തലയിൽ ചക്ക വീണു എന്ന് കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഞെട്ടലുണ്ടാവും. ഒരുപാട് ഉയരത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ അത് മതി. അപ്പോൾ എന്തായാലും പരിക്കുണ്ട്, അദ്ദേഹം ഇപ്പോൾ വാർഡിൽ ചികിത്സയിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,